എങ്ങനെയുണ്ട് അതിന്റെ പരിപാടി? തുടക്കം ഗംഭീരമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ഗാനമണി ഇതല്ല. ഞങ്ങളുടെ കയ്യിൽ വേറൊരു മാജിക്കൽ ഐറ്റം ഉണ്ട്. അയ്യോ ഇപ്പൊ തന്നെ തളർന്നിരിക്കണ്. അയ്യോ ഞങ്ങൾക്കൊരു തളർച്ചയില്ല. നിങ്ങൾക്കല്ല, നിങ്ങളുടെ പരിപാടി കേട്ടോരിക്ക്. ശരിയെന്നാ. എന്നാ പിന്നെ എങ്ങനെ? അപ്പൊ പിന്നെ എന്താ, ഭക്ഷണം വെച്ചിട്ട് പോയില്ലെങ്കിൽ അതും കൂടി ഇല്ലാതോ. നീ വാടാ. ഞാൻ അപ്പോഴേ പറഞ്ഞ ഏതെങ്കിലും പഴയ മാപ്പിളപ്പാട്ട് എടുത്ത് റിമിക്സ് ചെയ്താൽ മതി. അപ്പൊ അവന്റെ ഫ്രഷ്നെസ് കോപ്പ്. അത് അവർ നമ്മ റേഞ്ച് എത്തിയില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. വണ്ടിയുടെ 4 മാസം അടവ് പെൻഡിങ്. അത് കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടേണ്ടോ നടക്കേ. ഇപ്പൊ അത് മൂഞ്ചി. ഒന്ന് നിർത്തടാ ശാന്ത്. എന്താടാ നീ ഇവിടെ നിൽക്കണു? ഒന്നുമില്ല. എന്നാ ചായകൂടി എന്നാ പറയടാ. അത് നമ്മളാ കല്യാണ വീട്ടിൽ വെച്ചൊരു തട്ടിട്ട ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടില്ലേ? അവിടെ ഒരാൾ മാത്രമാണോ തട്ട് കിട്ടിയിരുന്നത്? ഒന്ന് പോടാ. എല്ലാം കാണാറല്ല. ഒരു പ്രത്യേകതരം മുഞ്ചുള്ള പെണ്ണ്. അവളെ കണ്ടപ്പോ മുതല് എന്റെ ഉള്ളിൽ എന്തൊരു ഹാല്. ഈ ഹാലിനെ ഒറ്റയ്ക്ക് നീ ഇവിടെ നിന്നാ മതി. അങ്ങോട്ട് നോക്കി. മാനസമൈനെ വരൂ മധുരം നുള്ളി തരൂ തരൂ. എന്താണ് ബോസേ? ഈ പറഞ്ഞില്ലേ റിസൾട്ട് ഒക്കെ? എടാ ഞാൻ ഒരു സത്യം പറഞ്ഞ ഈ ഞെട്ടരുത്. എന്താ? ഞാൻ ആ നാൻസിന്റെ പേപ്പറൊക്കെ എഴുതി. അതുകൊണ്ട് ചിലപ്പോ ഞാൻ പാസ്സാവും. ബെസ്റ്റ്. ഓള് +2 പാസ്സായ 4ാമത്താണ്. ഈ വരണമെങ്കിൽ വാ. ഈ പോയി നോക്കിട്ട് വേടാ. എനിക്കേ വേറെ കുറെ പരിപാടികളുണ്ട്. ആ മഞ്ചത്തെ അന്വേഷിക്കാൻ പോകാനായിരിക്കും. താങ്ക്സ് മോനെ ഉറപ്പിച്ചേന്. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. നീ എന്തെങ്കിലും ഒക്കെ ചെയ്യും. മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണ് മെഹറുബാ. പറന്നു വന്നു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി. ഭയങ്കര സിറ്റുവേഷൻ പാട്ടാട്ടോ. ഈ ചട്ടിപ്പത്തിരിക്കൊന്നും പഴയ വലിപ്പില്ലല്ലോ അമ്മ. എന്റെ വാപ്പാന്റെ പീടികയില് കച്ചവടത്തിന് പഴയ വലിപ്പില്ല. എങ്ങനെ ഉണ്ടാവും? നിങ്ങളെ കെട്ടിയോൻ ഇപ്പോഴും 90s ബിരിയാണി നെയ്ച്ചോറും കെട്ടിപ്പിടിച്ചിരിക്കല്ലേ? വല്ല പിസയിലോ ബർഗറിലേക്കോ പിടിച്ചൊന്ന് കേറി വരാൻ പറയൂ. അപ്ഡേറ്റ്. അതുകൊണ്ട് പട്നയിലാണ്ടെങ്കിൽ പോണ്ട്. നിന്നെ വാപ്പ ചോദിക്കണ്ടായിരുന്നു. വാപ്പയ്ക്കേ നല്ല മുട്ടാല് വേന. കുറെ നേരം അടുപ്പിച്ച് പീടികയിൽ ഇരിക്കാൻ പറ്റണില്ല. നിന്നോടൊന്ന് ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു വാപ്പ. ഉമ്മ എന്തീ പറയുന്നത്? എനക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുള്ളതെന്ന്. ഞാൻ ആ കടയിൽ പോയിരുന്ന വാപ്പാന്റെ ബിരിയാണി പോലെ അമ്മായി പോലെ. I have to fly very high. ഇന്നലെ കല്യാണ വീട്ടിൽ കേടൊക്കെ ഉയരത്തുന്ന താഴെ ഇറങ്ങിട്ട് പോരെ. അത് ഇത്ര പെട്ടെന്ന് വൈറലായോ? അയ്യോ, ഇനിയിപ്പോ എങ്ങനെ പുറത്തിറങ്ങും? മോനെ, ഇന്നലെ ഞാനും ഉണ്ടായിന കല്യാണ പുരയില്. മോനെ
എന്തായി ശമ്പളം കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റേ കിട്ടിയില്ല പിന്നെ എങ്ങനെ ശമ്പളം മോനെ എന്തായി പഞ്ചത്തിനെ ട്രാക്ക് ചെയ്തോ ഞാൻ കുറെ നോക്കി പക്ഷെ റൂട്ട് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ലഡി നെറ്റ്വർക്ക് പ്രോബ്ലംസ് ആ നീ അവള് വിളിച്ച ഫാത്തിമാന് പിന്നെ കല്യാണം കഴിഞ്ഞ് പറ്റിയ ദിവസമല്ലേ ഫാത്തിമനെ വിളിക്കുന്നത്. അത് ശരിയാവില്ല. അതിനെന്താടാ പേരും ഡീറ്റെയിൽസ് അറിയാണ്ടേ നീ വിളിയടാ, നീ ഫാത്തിമ വിളിയടാ. വിളിക്കാല്ലേ? കാര്യം പേര് കിട്ടിയ ഞാൻ ഇൻസ്റ്റേ തകർക്കും. അത് വേറെ കാര്യം. എടാ കട്ടാക്കിയല്ല. ഒന്നൂടെ വിളിയടാ. വേണോ? ഒന്ന് വിളിക്കടാ. അവള് ഫോൺ എടുക്കൂല. അവൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കും. 1000 rupees ബെറ്റ്. ഫോൺ എടുത്ത് ഇന്നലെ കല്യാണത്തിന് പാട്ട് പാടില്ലേ? ഓനാ? എന്റെ പാത്തു, ഈ പാട്ടും കൂത്തൊക്കെ പടച്ചോ നമുക്ക് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാ. അതുകൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാരും നമുക്ക് ഹറാമാണ്. നമുക്ക് അവരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട കേട്ടോ. കണ്ട എടുത്തില്ല. പിന്നെ കട്ടാക്കി. അവർക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടാവും. പുതുക്കല്ലേ, Of course. പുതുമൂടി അല്ലടാ, കോടി കാശ്. അത് പോയി. വാ. എടാ എന്തായി? നോക്കി എന്നിട്ട് നിങ്ങൾ എൻ്റെ ഒന്നുകൂടെ സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നീ ഞാൻ കഴിച്ചില്ലായി. ജസ്റ്റ് പാസ്. കൂടെ നിന്നെ ചതിക്കണോ നായന്റെ പട്ടി മോനെ. ജസ്റ്റ് പാസ് അല്ലേ? ഓക്കെ ടീച്ചറിനുള്ള അബദ്ധം പറ്റിയേക്കും. എന്തായാലും ഈ പാസ്സായില്ലേ? ചെലവെടുക്ക്. എട്. എന്റെ പൊന്നളിയാ, ദേ 10 പൈസ ഇല്ല കയ്യില്. എടാ എണ്ണ അടിക്കാനുള്ള എന്താ ഇലക്ട്രിക് വണ്ടി? അല്ല എടാ താടാ പൈസ. രണ്ട് ദിവസത്തെ ഫുൾ ചെലവ് ഇവന്റെ വക. എന്നൊക്കെ എന്റെ കിട്ടും, കാണിച്ചു തരാം. അത് അപ്പളല്ലേ, അപ്പ കണ്ടോളാം. പക്ഷെ ഇപ്പൊ അതല്ല വിഷയം. ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ കയറും. അതിനൊരു പരിപാടി പറയുന്നു. അതിനല്ലേ നമ്മുടെ ലത്തീഫ് മാമ. ലത്തീഫ് മാമ അത് റിസ്ക് ആണ്. എടാ ലത്തീഫ് മാമ സൗർ മാമ നമുക്ക് സെറ്റാക്കണ. മാമെങ്കിലും മാമ. ഈ സ്കൂളിൽ പഠിക്കുമ്പോ തുടങ്ങിയതാ ഈ ഉണ്ടാക്കണ കൊയപ്പങ്ങൾക്ക് ഞാൻ വന്ന എന്റെ ബാപ്പന്റെ കാല് പിടിക്കല്. ഇനി എന്നെ അതിനെ കിട്ടൂല. മിണ്ടരുത്. ഈ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ അളിയരെ കഷ്ടപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. മാമ ഈ ലഡു പുതിയതാണോ? മാമ മാമയാണ് സത്യം. ഞാൻ എക്സാമിന് തോക്കൂല. എന്താ എനക്ക് എത്ര ഉറപ്പ്? ഞാൻ നിർത്തി. തോക്കല് നിർത്തിയാ? അല്ല, എക്സാം എഴുതി നിർത്തി. പഷ്ട്. കൈപോക്കിയ പള്ള കാണുന്ന ഷർട്ടും കൽപ്പണിക്ക് പോകുന്ന ബംഗാളിന് മുടിയും. അളിയാ, അതിഥി തൊഴിലാളികളെ പറയരുത്. ഓര് പണിയെടുത്ത് ജീവിക്കണവരാ. അതുപോലെയാണ് പോയി പറഞ്ഞു കൊടുക്ക്. ഇവന് ജമ്മത്ത് ശരിയാവുന്ന എനക്കൊന്നുമില്ല. ഫുൾ ടൈം ചെങ്ങായിമാരോടത്തില്ല കറക്കും, കല്യാണപ്പരയിലെ പാട്ടും ഒതൊക്കെ മേലെ ആൽബം പിടുത്തു. അല്ല ആൽബല്ലാപ്പ റീല്. റീല് ഇവന്താ ഇവിടെ? ഞാൻ മാത്രം ജയിച്ചതിന്റെ ചെറിയൊരു സന്തോഷം. ലേശം മധുരം കഴിക്കാൻ. മാമ ലഡു. എന്താണ് ഒരു പൈകേ ജോവാ? മാമയുടെ ബേക്കറിയില് എന്താ ഏലക്കൻ്റെ ഏലക്ക. പാപ്പ ലഡു കഴിച്ചോളി. കഴിക്കട. 2000 രൂപയ്ക്ക് വലിയ വില കൊടുക്കണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മൊനയാസി? ഞാൻ പോട്ടെ. ആ തോറ്റ വിജയുടെ വീട്ടിലൂടെ ലഡു കൊടുക്കാറുണ്ട്. മോന്റെ ലഡു. അളിയാ, നിങ്ങൾ ഓന് ഒരു ചാൻസ് കൂടെ കുടിക്കി. ഓൻ നന്നാവും. എന്നാ പിന്നെ ഓന് ഇങ്ങളെ ഷോപ്പിൽ കൊണ്ടുപോയി നിർത്തി. അല്ലോ, നന്നാവോ നോക്കാല. പറച്ചാനെ അത് വേണ്ട. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1 മണിക്കൂർ മാർക്കറ്റിൽ പോയപ്പോ ഓനെ പീടികയിരുത്തി. തിരിച്ചു വന്നപ്പോ റുപ്യ 2000 ക്യാഷ് ബോക്സിൽ നിന്ന് പോയത്. അല്ല, ഓൻ കട്ടതൊന്നുമല്ല, ചോദിച്ചപ്പോഴേ പറഞ്ഞോളൂന്നുള്ളൂ അല്ലേ? അളിയാ, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ പഠിക്കാൻ വിടുമ്പോ ഓരോ താല്പര്യം കൂടി അറിയണേ. അല്ലെങ്കിൽ ആടെയില്ല ഈടെയില്ല എന്നുള്ള അവസ്ഥയാവും. അതിന് ഓനെന്തേലും കാര്യത്തിൽ താല്പര്യം വേണ്ടേ? ഞാൻ അന്നേ പറഞ്ഞില്ല എനിക്ക് ബിടെക് ഒന്നും പഠിക്കണം, എനിക്ക് മ്യൂസിക് പഠിച്ചാൽ മതി. തേങ്ങാക്കൊല പോയിക്കോളെ എന്റെ മുമ്പിൽ നിന്ന്. മ്യൂസിക്. ഒച്ചുണ്ടാക്കല്ലേ? ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം.
ദുബായിൽ ബഷീറിന്റെ കടയിൽ മാനേജറെ വേണമെന്ന് പറഞ്ഞിട്ട് ഓൻ വിളിച്ചേനു. ഓൻ കച്ചവടം മേടിക്കട്ടെ, ഹോട്ടലെടുത്ത് നടത്താനുള്ളതല്ലേ. ഇനി ഇതിന്റെ പേരിൽ കുതിര കളിച്ച് നടക്കാൻ പറ്റൂല. അളിയ ദുബായ് എല്ലാടെ നിൽക്കട്ടെ. ഞാനിപ്പോ ഓനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ശരിയായ ഓൻ ദുബായിലും പോണ്ട, ഏടേം പോണ്ട.